ഇതാണ് നെയ്ക്കുമ്പളങ്ങ. ഇതിന് വൈദ്യര കുമ്പളങ്ങ എന്നും പറയും. ഈ വൈദ്യര കുമ്പളങ്ങയും കല്ലുമക്കായും ചേർത്തൊരു കറി ഉണ്ടാക്കാം. നിങ്ങൾക്ക് പരിചിതമായ കറിയാണോ? അല്ലെങ്കിൽ ഈ പുതിയ രുചി ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. നെയ്ക്കുമ്പളങ്ങ, വിന്റർ മെലൻ, ആഷ് ഗോഡ് എന്നെല്ലാം പറയും. ഇത് അനേകം ആരോഗ്യ ഗുണങ്ങളാൽ പ്രസിദ്ധമാണ്, പ്രത്യേകിച്ച് ആയുർവേദത്തിൽ. ഇതിനെ സൂപ്പർ ഫുഡ് എന്ന് കരുതുന്നതിൽ അതിശയോക്തിയില്ല. നെയ്ക്കുമ്പളങ്ങ ഒരു സാധാരണ പച്ചക്കറിയായി തോന്നിയേക്കാമെങ്കിലും ഇതൊരു ശക്തമായ ആയുർവേദീയ ഔഷധിയാണ്. ഇതിൻ്റെ ലഘുത്വവും ശീതള ഗുണവും ആരോഗ്യപരമായി നിരവധി നേട്ടങ്ങൾ നൽകുന്നുണ്ട്. ഇതിൻ്റെ പുറത്ത് രോമങ്ങളില്ല, കുറച്ച് വെളുത്ത പൊടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മിനുസമാർന്നതാണ്. ഇനി കല്ലുമക്കായ പൊളിച്ച് ഇറച്ചിയെടുക്കാം. പുഴുങ്ങിയെടുക്കുന്നതിനേക്കാൾ പച്ചക്കെടുക്കുന്നതാണ് നല്ലത്. വൈദ്യര കുമ്പളങ്ങ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇത് കണ്ടോ, കൈ തൊട്ടപ്പോൾ തന്നെ അതിൻ്റെ മുകളിലെ പൊടിയൊക്കെ പോയി. ആയുർവേദം അനുസരിച്ച് ഈ നെയ്ക്കുമ്പളങ്ങ മനസ്സിന് ശാന്തി നൽകുകയും ഉത്കണ്ഠ കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതിന് അധികം കാമ്പ് തന്നെയാണ്, കുരുവും ഇതൊന്നും അധികമില്ല. കുമ്പളങ്ങ കുറച്ച് വലിയ കഷ്ണങ്ങളായി മുറിക്കണം. ക്ലീൻ ചെയ്ത കല്ലുമക്കായ അതിൻ്റെ വെള്ളത്തിലിട്ടത്, ഒരു വലിയ ഉള്ളി അരിഞ്ഞത്, 8 വെളുത്തുള്ളി അല്ലി, 2 ചെറിയ പീസ് ഇഞ്ചി, നാളികേരം 1.5 കപ്പ്, 10-15 ചെറിയ ഉള്ളി തൊലി കളഞ്ഞത്, കാന്താരി ഇഷ്ടമുള്ളത്, കറിവേപ്പില, തക്കാളി 2 എണ്ണം വലുതരിഞ്ഞത്, 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ആവശ്യമുള്ള വെളിച്ചെണ്ണയും ഉപ്പും കൂടി വേണം. ഇനി നാളികേരവും മസാലകളും ഒന്ന് അരച്ചെടുക്കാം. 1.5 കപ്പോളം നാളികേരുണ്ട്. നാളികേരം ഇട്ടു. ഇനി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളകും വലിയ ജീരകം കൂടി ഇട്ടു. കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില ഇവയെല്ലാം കൂടി ഇട്ട് ഒന്ന് അരച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ വലിയ ഉള്ളി ഇട്ട് വഴറ്റി ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ക്രഷ് ചെയ്തത് അതിലേക്ക് ഇട്ടു. ചീനമുളകും കൂട്ടിയിട്ടുണ്ട്. കറിവേപ്പില ഇട്ടു. തക്കാളി അരിഞ്ഞത് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. കുമ്പളങ്ങ ജീർണിക്കാൻ വളരെ എളുപ്പമുള്ളതിനാൽ വയറുവേദന, അജീർണത, അൾസർ തുടങ്ങിയ പ്രശ്നങ്ങളുള്ളവർക്ക് ഇതൊരു ഭക്ഷ്യ ഔഷധമാണ്. ഉയർന്ന ജലാംശവും നാരുകളും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് മലബന്ധം പരിഹരിക്കാനും ദഹന വ്യവസ്ഥ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. ശരീരത്തെ തണുപ്പിക്കുന്നത് കൊണ്ട് ശരീരത്തിലെ അമ്ലത്വവും ഉഷ്ണവും കുറയ്ക്കുന്നു. ഇനി കല്ലുമക്കായ ഇടാം. കൂടെ അതിൻ്റെ വെള്ളവും കൂടി ഒഴിക്കാം. നെയ്ക്കുമ്പളങ്ങ കൂടി ഇടാം. ഈ വൈദ്യര കുമ്പളങ്ങയിൽ ഗ്ലൈസെമിക് ഇൻഡെക്സ് വളരെ താഴ്ന്നതാണ്. അതിനാൽ പ്രമേഹ രോഗികൾക്ക് ഭയമില്ലാതെ കഴിക്കാം. ഇതിലെ സംയുക്തങ്ങൾ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്. പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കുന്നു. ഇനി അരച്ചതിട ശരീരത്തിൽ നിന്ന് വിഷപദാർത്ഥങ്ങൾ നീക്കം ചെയ്യുന്നതിന് സഹായിക്കും. മൂത്രവാർച്ച വർദ്ധിപ്പിക്കുകയും ചെയ്യും. തക്കാളിയുടെ പുളി കുറവായതുകൊണ്ട് കുറച്ച് പുളി ചേർക്കും. വെളിച്ചെണ്ണ ചൂടായതിലേക്ക് കുറച്ച് കടുകിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞതും ഇട്ട് 2 ഉണക്കമുളക് പൊട്ടിച്ചതും കുറച്ച് ഉലുവമണിയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ചെടുത്ത് കറിയിലേക്കിടാം. അങ്ങനെ നമ്മുടെ നെയ്ക്കുമ്പളങ്ങ കല്ലുമക്കായ റെഡിയായി. ഇനി ഇത് അപ്പത്തിൽ കൂട്ടിയൊന്നങ്ങോട്ട് കഴിക്കും.